ഹലോ കൂട്ടുകാരെ, ഏവർക്കും JP ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബിനെ പറ്റി പറയാനാണ്. ഇത് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു ജോബ് വേക്കൻസിയാണ്. സാലറി ആണെങ്കിൽ 1,12,000 രൂപ വരെയാണ് സാലറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറയാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷണൽ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുവാനായിട്ട് വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ലേറ്റസ്റ്റ് ജോബ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഇതിലേക്ക്, അതാണ് സ്ഥാപനത്തിൻ്റെ പേര്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അവിടേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും അതേപോലെ തന്നെ ടെക്നീഷ്യൻ്റെയും ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെയും ലബോറട്ടറി അറ്റൻഡൻറ്റിൻ്റെയും വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവുകൾ മൊത്തം വന്നിരിക്കുന്നത് 44 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യ ആണ് വന്നിരിക്കുന്നത്. ശമ്പളമാണെന്നുണ്ടെങ്കിൽ 18,000 രൂപ തൊട്ട് 1,12,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 24 മെയ് 2024 ഇത് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത ദിവസം. അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 16-ാം തീയതി, ജൂൺ 16-ാം തീയതിയാണ്. 2024 ജൂൺ 16-ാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്, ഓൺലൈൻ അപേക്ഷ ക്ലോസ് ചെയ്യുന്ന ടൈം. അപ്പോൾ വേക്കൻസികൾ ഏതൊക്കെയാണ്, എത്ര വേക്കൻസി ഉണ്ടെന്ന് ഞാൻ പറയാം. അതേപോലെ തന്നെ അതിൻ്റെ ശമ്പളം സ്കെയിലും ഞാൻ പറയാം. ആദ്യത്തേതാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയാണ് പറഞ്ഞത്. അത് 8 ഒഴിവുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ ശമ്പളം പറഞ്ഞിരിക്കുന്നത് 35,400 രൂപ തൊട്ട് 1,12,400 രൂപ വരെയാണ് ശമ്പളം. അതേപോലെ തന്നെ ടെക്നീഷ്യൻ്റെ വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ 14 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. സാലറി പറഞ്ഞിരിക്കുന്നത് 19,900 രൂപ തൊട്ട് 63,200 വരെയാണ് സാലറി പാക്കേജ് വരിക. പിന്നെ ലബോറട്ടറി അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസിക്കാണെങ്കിൽ 22 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ശമ്പളം പറഞ്ഞിരിക്കുന്നത് 18,000 രൂപ തൊട്ട് 56,900 രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പ്രായപരിധി ആണെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ടെക്നീഷ്യൻ്റെ ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലാണ് വേണ്ടത്. ലബോറട്ടറി അറ്റൻഡൻറ്റിൻ്റെ ആണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സുമാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത്, ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് ഫസ്റ്റ് ക്ലാസ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ് എന്നിവയിൽ ഒരു ബാച്ചിലർ ബിരുദം ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബയോ കെമിസ്ട്രിക്കൊപ്പം കെമിസ്ട്രിയിലെ ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ കെമിസ്ട്രി വിത്ത് ബയോടെക്നോളജിയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ BTech അല്ലെങ്കിൽ ITI ഉണ്ടായിരിക്കണം ഫസ്റ്റ് ക്ലാസ്. 55% മാർക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സയൻസ് വിഷയങ്ങളിൽ. പിന്നെ 12ാം ക്ലാസ്സിലാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് വിജയം വേണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ടെക്നീഷ്യന്മാർക്കാണെന്നുണ്ടെങ്കിലും MLT, DMLT ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഡയറ്റീഷ്യൻ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ലബോറട്ടറി അറ്റൻഡൻറ്റിനാണെങ്കിൽ അംഗീകൃത ബോർഡിൽ നിന്ന് 50% മാർക്കോടെ 10ാം ക്ലാസ് വിജയിക്കുകയും പിന്നെ 1 വർഷത്തെ ലബോറട്ടറി പരിചയം ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കാണെന്നുണ്ടെങ്കിൽ 1,200 രൂപയും, SC ST എക്സ് സർവീസ്മാൻ വുമൻ അങ്ങനെയുള്ളവർക്ക് 1000 രൂപയും, PWBDയിലേക്ക് ആണെങ്കിൽ ആ കാറ്റഗറിക്കാണെങ്കിൽ പൈസ ഒന്നും തന്നെ അപേക്ഷയ്ക്ക് അടയ്ക്കേണ്ടതുമില്ല. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.main.icmr.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം അവിടുത്തെ ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക.
പിന്നെ അതേപോലെ തന്നെ ഏത് വേക്കൻസിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യോഗ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷം നിങ്ങളൊരു അക്കൗണ്ട് അതിനകത്ത് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്തതിന് ശേഷം അപേക്ഷ ഫോം തരും. അത് അപേക്ഷ മൊത്തം പൂർത്തിയാക്കുക. പിന്നെ അതേപോലെ തന്നെ ഫീസ് അടയ്ക്കുക. ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ അതിൽ കാണിക്കും. അതിനുശേഷം ഫീസ് അടച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് അടച്ചതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു PDF ലഭിക്കും. അതാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റായിട്ട് സൂക്ഷിക്കുക. പിന്നെ നിങ്ങളാണെങ്കിൽ ഏതൊരു ജോലിക്കും അപേക്ഷിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID കറക്റ്റ് ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കരുത്, 16-ാം തീയതിയാണ്. അടുത്ത മാസം ജൂൺ 16-ാം തീയതി 2024 ജൂൺ 16-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ ത്രൂ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ എക്സാം പങ്കെടുക്കാൻ പോകുന്നവർക്കെല്ലാം ഓൾ ദി ബെസ്റ്റ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.